സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊക്കോ എന്ന ഒരു ഇതാണ് കാണിക്കുന്നത്, കൊക്കോ എന്ന ഫ്രൂട്ട്സാണ് കാണിക്കുന്നത്. നമുക്ക് ഇത് കൊക്കോ കായാണ് ഏകദേശം ഒരു പഴുത്ത പരുവാണ്, ഏകദേശം ഒരു മഞ്ഞ കളർ വരുമ്പോഴത്തേക്കും നമുക്കത് പറിച്ച് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ എണ്ണശല്യമൊക്കെ കൊണ്ട് ഇത് എണ്ണാനൊക്കെ കൊണ്ടുവരാനായിട്ട് വളരെയധികം സാധ്യതയുള്ളൊരു ഫ്രൂട്ട്സാണ്. ഇത് നമുക്ക് കഡ്ബറി ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് കൂടുതലായിട്ടും ഈ കൊക്കോ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം വട്ടി കൊക്കോയാണ്. നമുക്ക് ഏകദേശം ഒരു 30 പോലും വേണം, നമുക്ക് നിലത്തു നിന്ന് തന്നെ ഫുള്ള് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഈ മഞ്ഞ കളറ് വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് മുഴുവനും പറിച്ചെടുക്കുക. ഇതെല്ലാം നല്ല ഏകദേശം ഒക്കെ പഴുത്ത് വരുന്ന ഒരു കൊക്കോയാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു വെച്ചിട്ടൊരു വർഷം ആയിട്ടുണ്ട്. ഒരു വർഷം കഴിഞ്ഞു, ഒരു ഒന്നേകാൽ വർഷമായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഹൈറ്റിനെ ഒത്തുള്ള പടർന്നു നിൽക്കുന്ന ഒരു ഫ്രൂട്ട്സാണിത്. ഇതെല്ലാം നമുക്ക് ഏകദേശം ഇതിൻ്റെ ഈ തണ്ടുകളെല്ലാം ഈ തടിയിൽ ഏകദേശം ഒരു വെട്ടം കിട്ടുന്ന രീതിയിലേക്ക് ഇത് നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് കൊക്കോ ലഭിക്കുകയും ഇപ്പം മാർക്കറ്റിൽ തന്നെ ഏകദേശം ഒരു ഉണങ്ങിയ കൊക്കോയ്ക്ക് 600 ഏകദേശം ഒരു റേറ്റൊക്കെ വന്ന ഒരു കാലഘട്ടമുണ്ട്. ഏകദേശം ഒരു 300 രൂപയാന്ന് തോന്നുന്നു ഉണങ്ങിയ കൊക്കോ. പച്ചക്കൊക്കോയ്ക്ക് ഒരു 65-75 കഴിഞ്ഞ മാസമൊക്കെ മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റേറ്റിംഗ് എത്രയാണെന്ന് അറിയില്ല. ഇതിന് ഏകദേശം നമ്മളൊരു ചാണകവും പുന്നച്ചവറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് നമുക്ക് കൊക്കോ ലഭിക്കും. പിന്നെ ഇതിനേറ്റവും നല്ല വെള്ളം, നമുക്കൊരു വേനയ്ക്കാണെങ്കിൽ വെള്ളം നല്ലപോലെ അത്യാവശ്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം പൂവാണ്. ഈ പൂ വിരിഞ്ഞാണ് നമുക്ക് ഇത് ഏകദേശം ഒരു കേട് ഇങ്ങനെ വരും. നമുക്കത് വെള്ളക്കുറവ് കൊണ്ട് ചൂട് കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ്. അത് കാര്യമൊക്കെ നമ്മൾ പറിച്ച് കളയാൻ മതി. കേട്ടിട്ട് ഇതുപോലെ നമ്മൾ ഏകദേശം തടിയിൽ നല്ലപോലെ വെട്ടം കിട്ടുന്ന രീതിയിൽ ഇത് ഏകദേശം തടിയിലാണ് ഈ കൊക്കോ കായ്ക്കുന്നത്. ഏകദേശം ഈ ഒരു ഹൈറ്റേ ഉള്ളൂ. ഇതിന് ഒരു 10 അടി ഹൈറ്റ് അത്രേ ഉള്ളൂ. നമ്മൾ ഏകദേശം അതിന് മുകളിലേക്ക് പോകുന്നതല്ല നമ്മൾ ലോൺ ചെയ്ത് ഓരോ പ്രാവശ്യത്തെ സീസൺ കഴിയുമ്പോഴത്തേക്കും ഇതിനൊരു സീസൺ ഇല്ല, എല്ലാ പ്രാവശ്യം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മളിനെ പറിച്ചിട്ടിരിക്കുന്നത് ഏകദേശം എല്ലാം പഴുത്ത കൊക്കോയാണ്. ഇത് നമുക്കിങ്ങനെ ആഴ്ചയിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളിതിൻ്റെ അകം പൊട്ടിച്ച് ഏകദേശം കാണിക്കാം. കണ്ടോണം, ഏകദേശം ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങി കൊടുക്കുകയാണെങ്കിൽ വില കൂടുതൽ കിട്ടും. നമ്മളിപ്പോൾ ഇത് ഉണങ്ങാൻ പോവുകയാണ് പൊട്ടിച്ചിട്ട്. ഇതിൻ്റെ അകത്താണ് കൊക്കോ കുരുകളുള്ളത്. കണ്ടില്ലേ, ഇത് മുഴുവൻ കൊക്കോ കുരുകളാണ്. ഏകദേശം നല്ല മധുരവുമാണ്. നമുക്ക് ഏകദേശമൊക്കെ മധുരമാണ്, നമുക്ക് അല്ലാതെ കഴിക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ കുരുവാണ് നമ്മൾ ചോക്ലേറ്റിനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. നമ്മളിങ്ങനെ ഒരു പദത്തിൽ നല്ലപോലെ ഒരാഴ്ച നല്ലപോലെ വെയിലത്ത് നല്ല ഒരു മെറൂൺ കളറാകുന്നിടം വരെ നല്ലപോലെ വെയിൽ കൊള്ളിക്കുക. അതിനുശേഷം നമുക്ക് കൊടുത്ത നല്ല വിലയാണ് ലഭിക്കുന്നത്. പിന്നെ ഇതിന് കേടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കേടൊന്നും വരാനായിട്ട് ഒന്നും അങ്ങനെയില്ല. ഇത് നമ്മുടെ ഈ കോട്ടയം ജില്ലയ്ക്ക് ഏറ്റവും പറ്റിയ കാലാവസ്ഥയുള്ള ഒരു കൊക്കോ കൃഷിയാണ്. ഏറ്റവും നല്ല കൊക്കോ കൃഷിയാണ് റബ്ബർ കഴിഞ്ഞിട്ട്. ഇതെല്ലാം നമുക്ക് നല്ല വെള്ള രൂപത്തിലുള്ള കുരുകളാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. ഇതെല്ലാം നമ്മളിങ്ങനെ ലെവലെ നല്ല വെയിൽ കിട്ടുന്ന രീതിയിൽ വെക്കുക. ഏകദേശം ഒരു മഞ്ഞ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ പറിച്ചെടുത്തിരിക്കണം, അല്ലെങ്കിൽ അത് കേടായി പോകും. ഒരു ബ്ലാക്ക് കളറിലേക്ക് അത് മാറുകയും പിന്നെ നമുക്ക് അത് കൊള്ളത്തില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയൊക്കെ ചെയ്യും. ഇതിനൊരു സീസൺ എന്ന് പറഞ്ഞ സംഭവമില്ല. ഇതിനൊരു ഏകദേശം ഒരു കേട് വരിക എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ കൊക്കോ കായ്ക്കുണ്ടാകും. അത് കാര്യമൊക്കെ ഉണ്ട്. അത് ഏകദേശം ഒരു വെള്ളക്കുറവിൻ്റെ മൂലമൊക്കെ വരുള്ളൂ, അല്ലെങ്കിൽ ചൂട് കൂടുതൽ കാലാവസ്ഥ വ്യതിയാനത്തിന് വരുന്നുള്ളൂ. ഇതാണ് നമ്മൾ ഉണങ്ങിയ കൊക്കോ. ഇത് ഏകദേശം ഉണങ്ങിയ കൊക്കോക്കായാണ്. നമ്മളൊരാഴ്ച വെയിലത്തിട്ടിരിക്കുന്നതാണ്. ഇത് ഇപ്പം ഇന്ന് നമ്മളെ പിടിക്കാൻ വേണ്ടി ആക്കിയിട്ടിരിക്കുന്നതാണ്. നമ്മൾ ഏകദേശം ഒരു കൊക്കോ എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ തോട് തന്നെ നമ്മൾ ചവിട്ടി നല്ല പരുവാക്കിയതിന് ശേഷം ഇതിൻ്റെ തന്നെ ചുവട്ടിലിട്ടാൽ അതും നല്ല വളമായിട്ട് ഒരു മണ്ണും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ തോട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് തന്നെ ഇടുവാണെങ്കിൽ വളരെയധികം ഫലം കായ്ക്കാം. കൂടുതൽ ഫലമൊക്കെ നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്യും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ഓക്കെ, ബൈ, സി യു.